ഈശ്വരനും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടമേളിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശ്വര കൃപയും സമാധാനവും. മനുഷ്യത്വം എങ്ങനെയാണ് യേശുക്രിസ്തുവിൽ പുനർനിർവചിക്കപ്പെടുക? എങ്ങനെയാണ് നമുക്ക് മാറ്റം സംഭവിക്കുന്നത്? ആത്മാവിൽ സ്വാതന്ത്ര്യമുള്ളവരായി ജീവിക്കാൻ ഇടയാകുന്നത് എങ്ങനെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ 4 മുഖങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, അഹങ്കാരത്തിൽ പതിക്കുന്ന മനുഷ്യനാണ്. അവനവൻ മഹാത്മ്യത്തിൽ കുടുങ്ങിപ്പോകുന്നൊരു ജീവിതം. രണ്ടാമത്തേത്, ആസക്തികളിൽ കുടുങ്ങിപ്പോകുന്ന മനുഷ്യനാണ്. സ്വാർത്ഥത്തിലുടക്കി സ്വന്തം താല്പര്യങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ. മൂന്നാമത് നമുക്ക് കാണാവുന്നത്, ഇപ്രകാരം ആഗ്രഹങ്ങളും അഹങ്കാരവും ഒരാളിൽ പിടിമുറുക്കമുണ്ടാക്കുമ്പോൾ അയാൾ ദൈവനിഷേധിയായിട്ട് മാറും, നീതി നിഷേധിയായിട്ട് മാറും. നാലാമത്, ആത്മാവിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ഈ 4 കാര്യങ്ങൾ വ്യക്തിജീവിതം പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും, മനുഷ്യ ചരിത്രം പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. ഉൽപ്പത്തി പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിൽ മനുഷ്യൻ തന്റെ ബലവും കൂട്ടായ്മ ബോധവും ഒക്കെ അഹങ്കാരമാക്കി മാറ്റുന്ന ഒരു കാലമാണ് നമ്മൾ കാണുക. ചരിത്രത്തിൽ മനുഷ്യൻ പറ്റമായി ജീവിച്ചൊരു കാലത്തെക്കുറിച്ചുള്ള കഥയാണ് ഉൽപ്പത്തി കഥയിൽ പറയുക. പറ്റമായി ജീവിക്കുന്ന മനുഷ്യൻ സ്വന്തം നേട്ടങ്ങളെ വിലമതിക്കുകയും അതിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നൊരു ലോകം ഇന്ന് നമുക്ക് പലപ്പോഴും കാണാവുന്ന ഒരു കാര്യമാണ്. മനുഷ്യന്റെ നേട്ടങ്ങളൊന്നും ചെറുതല്ല. മനുഷ്യകുലം ആർജിച്ച ശക്തിയോ നാളിതുവരെ നേടിയ നേട്ടങ്ങളോ വില കുറച്ച് കാണാവുന്നതല്ല. പക്ഷേ അഹങ്കാരം ഈ നേട്ടങ്ങളെ ആകെ മൂടി നിൽക്കുന്ന രീതിയിൽ ഉയർന്നു വരുമ്പോൾ അവരത്വ നിഷേധത്തിന് കാരണമായിട്ട് മാറും. ദൈവനിഷേധം യഥാർത്ഥത്തിൽ അവരത്വ നിഷേധം കൂടിയായി മാറും. എനിക്ക് കഴിവുണ്ട്, ഞാൻ ശക്തി ആർജിച്ചിരിക്കുന്നു എന്ന് നാം പറയുമ്പോൾ നാം ശക്തിയില്ലാത്ത ഒരു പറ്റത്തെ എപ്പോഴും ചുറ്റും സൃഷ്ടിക്കും. ബാബേൽ ഗോപുരം പണിയുന്ന സമയത്ത് ഒരു ഭാഷയായി, ഏക മനസ്സായി മനുഷ്യത്വം ഉയർത്തുന്ന, ദൈവത്വത്തിനെതിരായി ഉയർത്തുന്ന ഒരു വെല്ലുവിളിയെക്കുറിച്ചാണ് നമ്മൾ കാണുക. ദൈവത്വം എന്ന് പറഞ്ഞാൽ അപരോന്മുഖമായ ഒന്നാണ്. അതല്ലെങ്കിൽ എല്ലാ കഴിവുകളും ദൈവദാനമാണെന്ന ബോധ്യത്തിൽ വിനിയോഗിക്കുന്ന പ്രവൃത്തിയാണ്. എല്ലാ കഴിവുകളും ദൈവദാനമാണെങ്കിൽ അതിന് ഉടമാവകാശം നമ്മുടേതല്ലെന്ന ബോധ്യം നമുക്കുണ്ടാവും. അപ്രകാരം നമ്മുടെ കഴിവല്ല പ്രവർത്തിക്കുന്നത് എന്ന ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മളതിൽ മേന്മ ഭാവിക്കാത്തവരും ഇതെല്ലാവർക്കും വേണ്ടിയാണ് എന്ന രീതിയിൽ വിനിയോഗിക്കാനും നമുക്ക് കഴിയുക. നമുക്കൊരു കഴിവുണ്ട്, ആ കഴിവിൽ അഭിരമിച്ച് നാം ജീവിക്കുമ്പോൾ, മെച്ചപ്പെട്ടവരാണ് എന്ന ബോധ്യത്തിൽ നാം മുൻപോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ മെച്ചപ്പെടാത്തവരായ കുറെ പേരെ അവശേഷിപ്പിക്കും. അഥവാ നാം ആധിപത്യ സ്വഭാവമുള്ളവരായിട്ട് മാറും. അഹങ്കാരം യഥാർത്ഥത്തിൽ ഒരു ഫാസിസത്തിന്റെ രൂപമാണ്, അവരത്വ നിഷേധമാണ്. ഞാനായിരിക്കുന്നത് എൻ്റെ കഴിവുകൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നിടത്താണ് അഹങ്കാരം ജനിക്കുക. ഞാനായിരിക്കുന്നത് മറ്റുള്ളവർ കൂടി ഉള്ളത് കൊണ്ടാണ് എന്ന് കരുതുമ്പോഴും, എല്ലാവർക്കും വേണ്ടി ദൈവം നൽകുന്ന ദാനങ്ങളാണ് തനിക്കുള്ളതെന്ന് ബോധ്യപ്പെടുമ്പോഴും ഒരാൾ അയാളിൽ തന്നെ കുടുങ്ങാതെ വിമോചിതമാകും. ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുക, അവിടെ ഭാഷ ഭിന്നിച്ചു പോകുന്നു, പരസ്പരം പറഞ്ഞാൽ മനസ്സിലാകാതെ പോകുന്നുണ്ട്. ആധുനിക ലോകത്ത് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, നേട്ടങ്ങളൊക്കെ നേടുമ്പോഴും മനുഷ്യൻ വിഭജിതനാകുന്നു. ഒരാൾ പറയുന്നത് മറ്റേയാൾക്ക് മനസ്സിലാകാതെ പോകും, ഒരാളുടെ വേദന മറ്റൊരാൾ കാണാതെ പോകും. അവരെന്നെ കരുതാത്ത വിധം സങ്കുചിതമായി പോകുന്നുണ്ട് നമ്മുടെ മനസ്സ്. വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു ആധുനിക സമൂഹത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ആധുനിക സമൂഹം ഒരു ദിവസം മുളപൊട്ടിയെടുത്തതല്ല. ദീർഘകാലത്തെ മനുഷ്യ സമൂഹത്തിന്റെ കൊടുക്കവാങ്ങലുകളിലൂടെ, പാരസ്പര്യ ബന്ധത്തിലൂടെ വളർന്നു വന്ന ശേഷിയാണ് നാം ഇന്ന് ആർജിച്ചിട്ടുള്ള എല്ലാ നന്മകളുടെയും കേന്ദ്രബിന്ദു. നമ്മൾ തിരിച്ചറിയാതെ, ഞാൻ മാത്രമാണ് എല്ലാറ്റിൻ്റെയും ഉടയവനെന്ന ചിന്ത ഇന്ന് നമ്മെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴും മറ്റുള്ളവരെ കരുതാൻ നമുക്ക് കഴിയുന്നില്ല.
ഞാൻ ധനമാർജിക്കുന്നതും കഴിവുകൾ ആർജിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും എനിക്ക് വേണ്ടിയല്ല എന്ന ബോധ്യം നിലനിർത്തുമ്പോൾ മാത്രമേ ഒരാൾക്ക് ഉള്ളൊഴിഞ്ഞ് ജീവിക്കാൻ പറ്റൂ. ഈ ഉള്ളൊഴിയുന്നതാണ് ശൂന്യതാബോധം ഉണ്ടാകുക. ഞാനല്ല, നീയും കൂടിയാണ്, നാം എല്ലാം ദൈവത്തിന്റെ മക്കളാണ് എന്നൊരു ബോധ്യത്തിലേക്ക് എത്തുമ്പോൾ സമഭാവനയിലേക്ക് അതെത്തും. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് മേന്മയില്ല. ഞാനും നീയും ഉള്ളതുകൊണ്ട് എനിക്കും നിനക്കും തന്ന കഴിവുകൾ ദൈവേഷ്ടപ്രകാരം വിനിയോഗിക്കുകയും അങ്ങനെ ദൈവമക്കളെന്ന ഏകതയിലേക്ക് നമുക്ക് വളരാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് സാമൂഹ്യമായ അസമത്വങ്ങളും അസ്വസ്ഥതകളും അവസാനിക്കുക, ഭൗതിക പ്രപഞ്ചത്തിൽ പോകും. അതുകൊണ്ട് ആദ്യത്തെ ഒരു പ്രശ്നം അഹങ്കാരമാണ്. അന്ന് മനുഷ്യൻ പറ്റം ചേർന്നാണ് ജീവിക്കുന്നത്, ഒറ്റയ്ക്കല്ല. ജ്ഞാനോദയത്തിന് നാളുകൾക്ക് ശേഷമാണ് വ്യക്തി എന്ന സ്വരൂപം ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. അതിന് മുൻകാലങ്ങളിൽ ഗോത്രങ്ങളായും പറ്റങ്ങളായും ജീവിച്ചിരുന്ന മനുഷ്യരുടെ കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ ബാബേൽ ഗോപുരത്തിൽ കാണുക. പറ്റമാണ്, ഒരേ ഭാഷ സംസാരിക്കുന്നവർ, ഒരേ മനോവിചാരമുള്ളവർ. അതുകൊണ്ട് നാം ആണ് ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോഴും ഇതിൽ നമ്മുടെ ശേഷിയാണ് പ്രധാനം എന്ന് വരുന്നു. അത് യഥാർത്ഥത്തിൽ അഹങ്കാരമാണ്, അപരത്വ നിഷേധത്തിന് കാരണമാകുന്ന കാര്യമാണ്. അവിടെയാണ് ദൈവം ഭാഷ ഭിന്നിപ്പിക്കുന്നത്. ഭാഷ ഭിന്നിച്ചു കഴിയുമ്പോൾ ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് നമുക്കറിയാം, അഹങ്കാരമുള്ളപ്പോൾ നമുക്ക് ഒരാൾ പറയുന്നത് സ്വീകരിക്കാൻ പറ്റാതെ പോകും, ഒരാൾക്കും ചെവി കൊടുക്കാൻ പറ്റാതെ പോകും. അഹങ്കാരം എത്രയേറെ മെച്ചപ്പെട്ട നേട്ടങ്ങൾ ഭൗമികമായി ആർജിച്ചെടുക്കുമ്പോഴും അപകടകാരിയായ തിന്മയായി നമ്മിലുണ്ട്. ആധുനിക സമൂഹത്തിൽ നാം അനുഭവിക്കുന്ന ഉച്ചനീചത്വങ്ങൾ, സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള വിടവിന്റെ വർധനവ്, അസംതൃപ്തമായ മനുഷ്യൻ, അതെല്ലാം നമുക്ക് ഈ പറഞ്ഞ അഹങ്കാരത്തിൽ നിന്നുള്ളതായിട്ട് കാണാം. കുടുംബ ബന്ധങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലപ്പോഴും ഞാനെന്ന ബോധത്തിന്റെ അതിപ്രസരമാണ്. കഴിവുകളുടെയും നേട്ടങ്ങളുടെയൊക്കെ പേരിൽ മറ്റുള്ളവരെ തരം താഴ്ത്തുന്ന, എല്ലാറ്റിൻ്റെയും ഉടയവൻ താനാണെന്ന് ഭാവിക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനോ അവരുടെ ഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കാനോ നേരം ഉണ്ടാകും. അവിടെയാണ് ദൈവം ഭാഷ ഭിന്നിപ്പിക്കുന്നു, തമ്മിൽ പറഞ്ഞാൽ മനസ്സിലാകാതായിത്തീരുന്നു. അങ്ങനെ മനസ്സിലാകാതായിത്തീരുന്നതിൻ്റെ ഏറ്റവും പ്രകടമായ അനുഭവങ്ങളാണ് ആധുനിക കാലത്തെ സങ്കീർണമാക്കുന്നത്. ഇത് അഹങ്കാരം വരുത്തി വെക്കുന്ന ഒരു കാര്യമാണ്. ദൈവം ഭാഷ ഭിന്നിപ്പിച്ചു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കഥയിൽ നമ്മൾ കാണുക. യഥാർത്ഥത്തിൽ അഹങ്കാരം ജനിപ്പിക്കുന്ന, അതിനോടൊപ്പമുള്ള ഒരു തിന്മയാണ് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ പോവുക, ഭാഷ മനസ്സിലാകാതാവുക, ഒരാൾ പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഹൃദയം അടഞ്ഞു പോകും. അതുകൊണ്ട് ബാബേൽ ഗോപുരത്തിന്റെ നിർമ്മാണം തകർച്ചയിലേക്കാണ്. രണ്ടാമത് നമ്മൾ കാണുന്നത് ജോഷുവയുടെ പുസ്തകത്തിലാണ്. ജോഷുവയുടെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 10 മുതൽ 15 വരെ തിരുവചനങ്ങളിൽ അവിടെ ആഖാന്റെ പാപം നമ്മൾ കാണുന്നുണ്ട്. ജെറീക്കോ പട്ടണം ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോൾ അവിടെ നിന്ന് കൊള്ള മുതലൊന്നും കൈവശം വെക്കരുത്, എടുക്കരുത് എന്ന് ദൈവം നിർദ്ദേശിക്കുന്നവർ സ്വീകരിക്കുന്നു. വിജയം നൽകുന്നത് ദൈവമാണ് എന്ന പരമാർത്ഥം മറന്നുകൊണ്ട് തങ്ങളെ നയിക്കുന്നത് ദൈവമാണെന്ന ബോധ്യമില്ലാതെ ദൈവം പറഞ്ഞ വാക്കിനെ ലംഘിക്കുന്നു. നാം ഈ ലോകത്ത് ചെയ്യുന്ന എല്ലാ സംരംഭങ്ങളും, വ്യക്തിഗതമായും കൂട്ടായ്മയായും ചെയ്യുന്ന പ്രയത്നങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്നതാണ് അതിന്റെ ധാർമ്മിക വശം. അതിൽ നിന്ന് നാം എന്തെങ്കിലും സ്വീകരിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ഉപജീവനത്തിനായി മാറേണ്ടതാണ്. വാസ്തവത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തികളിലെ വിജയത്തെയൊക്കെ നമ്മുടേതാക്കി മാറ്റാനും സ്വാർത്ഥം കൊണ്ട് വരിഞ്ഞു മുറുക്കാനും നമ്മൾ ശ്രമിക്കും. അതുകൊണ്ടാണ് ആഖാൻ ജെറീക്കോ പട്ടണത്തിൽ നിന്ന് കൊള്ള മുതലിൽ ഒരു ഭാഗം ശേഖരിക്കുന്നത് ആ ദൈവത്തിന് കൊടുക്കാനെന്നാണ് ആഖാൻ വിചാരിക്കുന്നത്. ഒരിക്കൽ എൻ്റെ ഇടവക ദേവാലയത്തിൽ ഒരാൾ യാക്കോബ് ശ്ലീഹയ്ക്ക് ഒരു വള ഇടാൻ വരും. യാക്കോബ് ശ്ലീഹയുടെ രൂപക്കൂട് തുറന്ന് ഈ വള യാക്കോബ് ശ്ലീഹയുടെ പ്രതിമയിൽ ഇടണം. അങ്ങനെ തിരുസ്വരൂപത്തിന് ഈ വളയിടുന്നത് വലിയ കാര്യമായിട്ടാണ് ഇയാൾ വരുന്നത്. ഇത് പറഞ്ഞിട്ട് അയാൾ കപ്പേളയിലേക്ക് പോകുന്നു. അങ്ങനെ പോകുന്ന നേരത്ത് വികാരിയച്ഛൻ മുറി പൂട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്നോട് പറയാണ്, കള്ളന്മാർ കട്ടതിന്റെ ഒക്കെ ഓഹരിയും കൊണ്ട് വരും. മറ്റിടവകൾ ധ്യാനിപ്പിക്കാൻ പോയപ്പോഴുള്ളൊരു സംഭവമാണ്. അപ്പൊ അതിസമ്പന്നനായ ഒരാൾ, അയാളുടെ വകയിൽ അതിസമ്പന്നനായ ഒരാൾ 7 പൊന്നാലക്കുട ദൈവത്തിന് സമ്മാനിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അത് പറഞ്ഞ് വാഗ്ദാനം നടത്തിയിട്ട് അയാൾ പുറത്തേക്ക് പോകുമ്പോൾ
വികാരിയച്ഛൻ എന്നോട് പറഞ്ഞു, ആ പോകുന്ന ആളെ കണ്ടോ, അറുത്ത കൈക്ക് ഉപ്പ് തയ്ക്കാത്ത, സമൂഹത്തിൽ ഒരാൾക്കും സഹായം ചെയ്യാത്തൊരു മനുഷ്യനാണ് ആ പോകുന്നത്. അങ്ങനെ ആർക്കും കൊടുക്കാതെ പിടിച്ചു വെച്ച കുറ്റബോധത്തിൽ നിന്ന് മോചനം നേടാൻ 7 കൊട ദൈവത്തിന് കൊടുക്കാം എന്ന് തീരുമാനിച്ച മനുഷ്യൻ. ആകാൻ ദൈവത്തിന് ബലിയർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ കൊള്ള മുതൽ എടുത്തുകൊണ്ട് പോരുന്നത്. പലപ്പോഴും ആളുകൾ പറയും, ആകാൻ ചെയ്ത പാപം ആ സമൂഹത്തെ ആകെ നശിപ്പിക്കാൻ കാരണമായി, അതുകൊണ്ട് നിങ്ങൾ ഒരാൾ പാപം ചെയ്താൽ നിങ്ങളുടെ കുടുംബം തകരും. ചരിത്രപരമായ ബോധ്യമില്ലാത്തതുകൊണ്ട് വരുന്നൊരു തെറ്റിദ്ധാരണയാണത്. അന്ന് പറ്റമായിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. വ്യക്തിബോധം ഇല്ല. ആ വ്യക്തിബോധം ഇല്ലാത്തപ്പോൾ പോലും ഇങ്ങനെ സ്വാർത്ഥത്തിൽ കുടുങ്ങിപ്പോകുന്നുണ്ട് മനുഷ്യൻ. ഇന്ന് വ്യക്തിബോധമുണ്ടായി സെൽഫ് സെന്റേർഡായ ഒരു ജീവിതം നയിക്കുന്നു, വ്യക്തി കേന്ദ്രീകൃത ജീവിതം നയിക്കുന്നു. ഞാൻ മാത്രമേ ലോകത്തുള്ളൂ എന്ന് കരുതുന്നു. അങ്ങനെ കരുതുമ്പോൾ തികച്ചും ഈ കൊള്ള സ്വാഭാവികമായി തീരും. കൊള്ള എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോഷ്ടിച്ചെടുക്കുന്ന പ്രവൃത്തി മാത്രമല്ല, കൊടുക്കാതിരിക്കൽ കൂടിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബാസിൽ പറഞ്ഞത്, നീ ഉപയോഗിക്കാത്തവയായി നിന്റെ അലമാരയ്ക്കകത്തിരിക്കുന്ന വസ്തുക്കൾ കൊള്ള മുതലാണ്, അവരെന്റെ കിട്ടേണ്ടതാണ്. എന്റെ ഉപയോഗത്തിനുള്ളതാണ് ഞാൻ നേടുന്നവ. ഉപയോഗത്തിന് ആവശ്യമില്ലാത്തവ ഞാൻ സ്വരുക്കൂട്ടി വെക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കളവ് മുതലായിട്ട് മാറും. ആകാന്റെ പാപം ആ സമൂഹത്തിന് പ്രശ്നമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിൽ ഒരാൾ ദൈവത്തിനെതിരായ സ്വാർത്ഥത്തിൽ കുടുങ്ങിയാൽ ആ കുടുംബം ആകെ നശിക്കും എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ്. ഇത് പഴയ നിയമമാണ്, ജോഷയുടെ പുസ്തകമാണ്. ജോഷയുടെ പുസ്തകം നമുക്കറിയാം. അവിടെ കൊലയ്ക്ക് കൊല എന്ന് പറയുന്ന രീതിയിൽ ശിക്ഷ നടപ്പാക്കുന്ന അതിപ്രാകൃതനായ ഒരു ദൈവത്തെയാണ് യഹൂദ സമുദായം കൊണ്ടു നടക്കുന്നത്. വാസ്തവത്തിൽ ദൈവം കരുണാമയനാണ്. അദ്ദേഹത്തെ തിരിച്ചറിയാതെ കൽപ്പനകളെ 613 നിയമങ്ങളാക്കി മറ്റുള്ളവരെ ശിക്ഷിക്കാനുള്ള വകയാക്കി മാറ്റിയ ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ആകാൻ ചെയ്യുന്ന പെശക് ഇതാണ്. അയാൾ സ്വരൂപിച്ചു വെക്കുന്നു, ദൈവത്തിനെന്ന പേരിൽ അയാൾ മാറ്റിവെക്കുന്നു. പക്ഷെ ചെയ്യുന്നത് സ്വാർത്ഥത്തിൽ കുടുങ്ങിയാണ്, അനുസരണക്കേടിനത് കാരണമായിട്ട് മാറും. ഇനിയാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ 33 മുതൽ 44 വരെ തിരുവചനങ്ങളിൽ ഒരു മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരെ സംബന്ധിച്ച് ഒരു ഉപമ യേശു പറയാം. യഥാർത്ഥത്തിൽ ഈ ഉപമ യേശു സ്വന്തമായി നിർമ്മിച്ചെടുക്കുന്ന ഒന്നല്ല. ഇത് വരുന്നത് ഹോസിയയുടെ പുസ്തകത്തിൽ നിന്നാണ്. അവിടെ പ്രവാചകൻ പറയുന്നത് ഫലസമൃദ്ധമായ മുന്തിരിച്ചെടിയാണ് ഇസ്രായേൽ എന്നാണ്. ഇസ്രായേലാണ് മുന്തിരിച്ചെടി. 10:16 ആവുമ്പോൾ ഹോസിയ പറയുന്നുണ്ട്, നേട്ടങ്ങൾ ഉണ്ടാകുന്നതനുസരിച്ച് അവർ ദൈവത്തിൽ നിന്ന് അകന്നു, അവിശ്വസ്തരായിട്ട് മാറി. ദൈവത്തോടുള്ള വിശ്വസ്തത എന്താണ് എന്നത് ഇവിടെ നിന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. സ്വാർത്ഥത്തിൽ കുടുങ്ങുമ്പോൾ നമുക്ക് ഈ വിശ്വസ്തയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ പോകും. യഥാർത്ഥത്തിൽ വിശ്വസ്തത എന്നത് എത്രത്തോളം അവരനെ കരുതുന്നു എന്നതാണ്. കായന്റെയും ആബേലിന്റെയും കഥയെ നമുക്കതറിയാം. നിന്റെ സഹോദരനുണ്ട്. സാഹോദര്യമാണ് ദൈവത്തോടുള്ള വിശ്വസ്തത പുലർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. ഇന്നും നമുക്ക് മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഉടമ്പടി എടുക്കുന്നു, വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, പ്രാർത്ഥനയാണ്. ഈ അവരനെ കരുതുക എന്ന് പറയുന്ന കാര്യം നടക്കുന്നില്ല. ഇനി അവരനെ കരുതുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആരെയായിരിക്കും? അത് കുടുംബത്തിലുള്ളവരെ അവരെ കരുതുന്നുണ്ട്. അപരത്വം എന്നത് മനുഷ്യത്വത്തോട് കാണിക്കേണ്ട നീതിയെക്കുറിച്ച് നമ്മൾ പറയുക. പലതരത്തിലായിരിക്കുന്ന മനുഷ്യർ, ജീവിതാവസ്ഥകളിൽ വൈവിധ്യമുള്ളവർ, അവരെല്ലാവരും സ്വന്തമാണെന്നും ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ആർക്കും എതിരായി കൂടെന്നും വരുമ്പോഴാണ് നീതിബോധമുള്ള മനുഷ്യരായിട്ട് മാറാൻ നമുക്ക് പറ്റുക. അങ്ങനെ മനുഷ്യത്വത്തോട് വിശ്വസ്തത നഷ്ടപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തോട് തന്നെയുള്ള വിശ്വസ്തതയാണ് നഷ്ടപ്പെടുന്നത്. ഇസ്രായേൽ ദൈവജനമാണ്. ആ ദൈവജനം വിശ്വസ്തത കൈവിടിയുന്നു. ദൈവത്തോടുള്ള വിശ്വസ്തത അത് അപരോന്മുഖമല്ലാതെ ആയിട്ട് മാറുന്നുണ്ട്. ബലിപീഠങ്ങളൊക്കെ നിർമ്മിക്കും, ദൈവത്തിന് ബലിയർപ്പിക്കും, പക്ഷേ അവരെ കരുതുന്ന പ്രവൃത്തിയിൽ അവർ വീണുപോകും. നാം ഇന്നും കുർബാന അർപ്പിക്കുന്നുണ്ട്, പ്രാർത്ഥനകളിൽ പങ്കുചേരുന്നുണ്ട്, ആഘോഷങ്ങളിൽ പങ്കുചേരുന്നുണ്ട്. വിശ്വസ്തത എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കാൻ നമുക്ക് ഒരു വേള ഈ പറഞ്ഞ കൃഷിക്കാരുടെ ഉപമയെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ക്രിസ്തുവിൽ നാം ആണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനം, നാം ആണ് പുതിയ ഇസ്രായേൽ. പുതിയ ഇസ്രായേലെ നാം നമ്മുടെ നേട്ടങ്ങളെയും നമ്മുടെ കഴിവുകളെയൊക്കെ എത്രത്തോളം മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന ബോധ്യത്തോടെ വിനിയോഗിക്കുന്നുണ്ട്, വിശ്വസ്തത പുലർത്തുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ആലോചിക്കണം. പുതിയ നിയമത്തിൽ ഇസ്രായേൽ നമ്മളാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഇസ്രായേലിനെ വീണ്ടും സൃഷ്ടിക്കാൻ ദൈവത്തിന് കഴിയും, അല്ലെങ്കിൽ
ഒരു ഇസ്രായേൽ ഉണ്ട്, പിന്നൊരു പുതിയ ഇസ്രായേൽ. അതെങ്ങനെയാണ് സംഭവിക്കുക? സങ്കീർത്തനം 80:8 നമുക്കത് കാണാം. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച മുന്തിരിച്ചെടിയാണ് ഇസ്രായേൽ. ഒരു ജീവിതാവസ്ഥയിൽ നിന്ന് നമ്മെ കൊണ്ടുവന്ന് ക്രൈസ്തവ ധാർമ്മികതയുടെ ബോധ്യത്തിനകത്ത് നട്ടുപിടിപ്പിക്കുകയാണ് സഭയിൽ. അതുകൊണ്ടാണ് സഭ പുതിയ ഇസ്രായേലാണെന്ന് പറയുന്നത്. ഇനി മുന്തിരിച്ചെടിയിലേക്ക് തന്നെ നമുക്ക് പോകാം. യെശയ്യാ പ്രവചനത്തിൽ 5-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെ തിരുവചനങ്ങളിൽ ഈ മുന്തിരിത്തോപ്പാണ് ദൈവജനമെന്ന കാര്യം പറയുന്നത്. നല്ല ഫലം നൽകുമെന്ന് കരുതി നല്ല മുന്തിരികളാണ് നട്ടത്, പക്ഷേ അത് ഫലം പുറപ്പെടുവിച്ചപ്പോൾ കാട്ടുമുന്തിരിയായി. ഈ ഉപമ യേശു പറയുന്ന ചരിത്രപരമായ ഒരു സാഹചര്യമുണ്ട്. ഗലീലയിൽ ഇങ്ങനെ മുന്തിരിത്തോട്ടങ്ങൾ കൃഷിക്കാരെ ഏൽപ്പിക്കുന്ന പതിവ് യജമാനന്മാർക്കുണ്ടായിരുന്നു. യഥാകാലം വിളവെടുക്കാനായിട്ട് യജമാന ആളുകളെ അയക്കും. കൃഷിക്കാർ അവരുടെ ഫലങ്ങൾ യജമാനന് നൽകും. അന്ന് നിലവിലിരുന്ന വ്യവസ്ഥ അനുസരിച്ച് യജമാനന് അവകാശികളില്ലാതായി പോയാൽ ഈ മുന്തിരിത്തോപ്പ് കർഷകരുടേതായിട്ട് മാറും. അതുകൊണ്ടാണ് 21:37 നമ്മൾ വായിക്കുന്നത്, അവൻ വരുന്നുണ്ട്, ഒരേ ഒരു അവകാശിയാണ് അവൻ, അവനെ നമുക്ക് കൊന്നുകളയാം. അവനെ കൊന്നുകളഞ്ഞാൽ ഈ അവകാശം നമ്മുടേതായിട്ട് മാറും. ദൈവികമായ നിയമങ്ങളെ, ദൈവത്തിന്റെ അരുളപ്പാടുകളെ തങ്ങളുടേതായി വക്രീകരിച്ച് തങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് കരുതി സ്വന്തമാക്കി വെക്കുകയും അടയിരിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ അവകാശിയെ നിഷേധിക്കും. പൗരോഹിത്യം ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട ദൂഷ്യത്തെക്കുറിച്ച് കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവകാശം സ്വന്തമാക്കി മറ്റുള്ളവരെ അടിമകളാക്കി വെക്കുന്ന ഒരു മനോഭാവത്തിൽ യഹൂദ പൗരോഹിത്യം എത്തിച്ചേർന്ന നാളുകളിലാണ് പ്രവാചക ശബ്ദം ഇങ്ങനെ ഉയരുന്നത്. ഈ ഉപമയിൽ നമുക്ക് കാണാവുന്നത് 2 ഘട്ടങ്ങളിലായി യജമാനൻ തന്റെ ഭൃത്യന്മാരെ കർഷകരുടെ അടുത്തേക്ക് അയക്കുന്നുണ്ട്. 2 വട്ടവും വരുമ്പോൾ അവനെ കല്ലെറിയുകയും വലിച്ചെറിയുകയും കൊല്ലുകയൊക്കെ ചെയ്യാണ് ഈ പറഞ്ഞ കൃഷിക്കാർ. അങ്ങനെ ആകുമ്പോഴാണ് മൂന്നാമത് യജമാനൻ തന്റെ പുത്രനെ തന്നെ അയക്കുന്നത്. ഇവനെ അവർ മാനിച്ചേക്കും, അവനെയും അവർ കൊന്നുകളഞ്ഞു. ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം മുഴുവൻ നമ്മുടേതാകും, അതുകൊണ്ട് കൊന്നുകളഞ്ഞു. ദൈവകൽപ്പനയെ വ്യാഖ്യാനിച്ച പഴയ നിയമ പൗരോഹിത്യം ചെയ്ത ഒരു അധമ പ്രവൃത്തി ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രവാചകന്മാരെല്ലാം ദൈവത്തിന്റെ കൽപ്പനകളുടെ ഫലമന്വേഷിച്ചു വന്നവരാണ്. യഹൂദജനം ദൈവകൽപ്പന പാലിച്ചു ജീവിക്കുമ്പോൾ അവരിൽ നിന്ന് ഈ നന്മയുടെ ഫലങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാൻ വന്നവർ. അതുകൊണ്ടാണ് പ്രവാചകന്മാർ നിരന്തരമായി പൗരോഹിത്യത്തെയും നിലനിന്ന ജീവിത വ്യവസ്ഥയെയും വിമർശിക്കുന്നത്. അങ്ങനെ വിമർശിച്ചവരെയൊക്കെ കൊന്നുകളഞ്ഞ ചരിത്രമാണ് യഹൂദ സമൂഹത്തിനുള്ളത്, പഴയകാല ജനതയ്ക്കുള്ളത്. ഒടുവിൽ പുത്രൻ വരുന്നു, പുത്രനെയും അവർ വധിക്കും. പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്, അതൊക്കെ പഴയ ആളുകൾ ചെയ്തതാണ്, നമ്മൾ അങ്ങനെയൊന്നും ചെയ്യില്ല. പഴയ ആളുകൾ ചെയ്തതാണെന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവികർ ചെയ്തതാണ്. പ്രവാചകന്മാരെ കൊന്ന പിതാക്കന്മാരുടെ മക്കളാണ് പറയുന്നത്, പിതാക്കന്മാർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല. അത് പറയുന്നതിലൂടെ തന്നെ തങ്ങൾ ഈ കൊലപാതക പരമ്പരയിൽപ്പെട്ടവരാണ് എന്നൊരു ഏറ്റുപറച്ചിലവിടെ. ഇനി ഈ പുത്രൻ വരുമ്പോൾ ചില പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒന്ന്, പുത്രനാണ്, യജമാനന്റെ പുത്രൻ. 2, ഈ പുത്രൻ വരുന്നത് ഈ ഫലം ശേഖരിക്കാനാണ്. 3, ഈ പുത്രനെ അവർ കൊന്നുകളയും. അങ്ങനെ പുത്രനെ കൊന്നുകളയുമ്പോൾ ആ പുത്രനെ പ്രതി ഈ കർഷകരെ നശിപ്പിക്കുകയും മറ്റു കൃഷിക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. മഹത്വീകരിക്കപ്പെടുന്ന അവസ്ഥയാണ്. യേശുവിന്റെ 4 മുഖങ്ങൾ നമുക്കിവിടെ കാണാം. ദൈവപുത്രൻ എന്ന നിലയ്ക്കുള്ള സ്ഥാനം, ഒപ്പം തന്നെ ദൈവപുത്രൻ ഭൂമിയിലേക്ക് വരുന്നത് ഇങ്ങനെ ഭൃത്യന്മാരൊക്കെ നഷ്ടപ്പെടുത്തിയ പ്രവാചകന്മാർക്കൊന്നും ലഭിക്കാതെ പോയ ഫലം സ്വീകരിക്കാൻ ദൈവത്തിന്റെ നേരവകാശിയായ പുത്രൻ വരും. ദൗത്യമാണ്. 3,
ഈ പുത്രനോട് അവർ ചെയ്തത് കൂടുതൽ ഹീനമായ പ്രവൃത്തിയാണ്. പുത്രനെ തന്നെ അവർ കൊന്നുകളയും. യേശു മഹത്വപ്പെടുന്നു. നാലാമത്തെ കാര്യമാണ്. എന്നിട്ട് പുതിയ ജനത്തെ ഏൽപ്പിക്കുന്നു. ആ പുതിയ ജനമാണ് ദൈവജനം. ആ പുതിയ ജനമാണ് സഭ. അപ്പൊ അതുകൊണ്ട് നാം ഈ ഉപമയ്ക്കകത്ത് നമ്മളെ തന്നെ കണ്ടെടുക്കണം, യേശുവിനെ കണ്ടെടുക്കണം. യേശുവിന്റെ വ്യക്തിത്വം ദൈവപുത്രത്വമാണ്. നമ്മൾ ഓരോരുത്തരും യേശുക്രിസ്തുവിൽ ദൈവപുത്രന്മാരാണ്. അങ്ങനെ ആയിത്തീരുന്നതിലൂടെ നാം നേറവകാശികളായി മാറുന്നു. നമ്മുടെ ദൗത്യം യേശുവിന്റെ ദൗത്യവുമായി ചേർന്നതാണ്. ഫലം ശേഖരിക്കലാണ്. ഫലം പുറപ്പെടുവിക്കുന്ന മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഫലം ശേഖരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ലോകത്ത് നന്മ ഉണ്ടാകാൻ, ആ നന്മ ദൈവപിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. മൂന്നാമത്, നമുക്കുണ്ടാകുന്നത് നിശ്ചയമായും പുത്രൻ ലഭിച്ച അതേ സ്വീകരണമായി. നമ്മളാണ് അവകാശികൾ. നമ്മളെ കൊന്നുകളഞ്ഞാൽ അവകാശം അവരുടേതായി മാറും. നാലാമത്, ദൈവമഹത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ക്രിസ്തുവിൽ. ഈ ഒരു ബോധ്യമാണ് ഈ ഉപമയിൽ നാം സ്വീകരിക്കേണ്ടത്. സങ്കീർത്തനം 118, 22, 23 വചനങ്ങളിൽ പറയുന്നുണ്ട്, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിന് മൂലക്കല്ലായി മാറി. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലാണ് യേശു. ആ കല്ല് സഭയുടെ മൂലക്കല്ലായിട്ട് മാറി. ക്രിസ്തുവിൽ നാം പടുത്തുയർത്തപ്പെടുന്നു. ദൈവമക്കളുടെ സ്ഥാനത്തേക്കാണ് നാം പടുത്തുയർത്തപ്പെടുന്നത്. അങ്ങനെ പടുത്തുയർത്തപ്പെടുമ്പോൾ നാം എങ്ങനെയായിരുന്നു, നാം എങ്ങനെയാണ് പരിണമിച്ചത് എന്ന കാര്യം നമ്മൾ അറിയണം. വിശ്വാസത്തിൽ ഒരു പരിണാമഗതിയുണ്ട്. ആ പരിണാമം സംഭവിച്ചത് എങ്ങനെയാണ് നമ്മൾ കാണണം. അഹങ്കാരത്തിലായിരുന്ന, സ്വാർത്ഥത്തിൽ കുടുങ്ങിയിരുന്ന, ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയരാൻ കഴിയാതെ പോയ മനുഷ്യർ ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെടുന്നു. യേശു ക്രിസ്തുവിലായിത്തീരുന്നു. നാം ഓരോരുത്തരും പുത്രത്വ സ്ഥാനത്തേക്ക് വിളിക്കപ്പെടുന്നു. അങ്ങനെ പുതിയ ഇസ്രായേലായിട്ട് നമ്മൾ മാറുന്നു. ഈ ലോക ജീവിതം മുന്തിരിത്തോപ്പായി നാം കാണുമെങ്കിൽ ക്രൈസ്തവ ജീവിതം അതിൽ നിന്നും ഫലം ശേഖരിച്ച് ദൈവപിതാവിന് കൊടുക്കേണ്ടവരാണ്. പുതിയ കൃഷിക്കാരായിട്ട് നമ്മളെ ദൈവം തിരഞ്ഞെടുക്കുന്നു. അതുകൊണ്ട് പഴയ നിയമത്തിലേതുപോലെ കാട്ടുമുന്തിരിപ്പഴങ്ങളല്ല നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്. യെശയ്യാ പറയുന്നത് പോലെ കാട്ടുമുന്തിരികളല്ല നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്, നല്ല മുന്തിരികളാണ്. നല്ല ഫലം പുറപ്പെടുവിക്കാൻ വിളിക്കപ്പെടുന്നവരാണ് നാം. ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ, യേശു ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ട നമ്മൾ ഓരോരുത്തരും പുതിയ നിയമത്തിൽ, പുതിയ ലോകത്തിൽ എങ്ങനെയാണ് വ്യാപരിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ പഴയ ഉപമ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാനുള്ള ഒരു ഉപാധിയാണ്. നമ്മുടെ ജീവിതത്തെ അങ്ങനെ പരിവർത്തിപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു ഉപാധിയാണ്. പഴയ നിയമകാലത്ത് അഹങ്കാരത്തിലും സ്വാർത്ഥത്തിലും കുടുങ്ങി ദൈവത്തിനെതിരായി കാട്ടുമുന്തിരികൾ പുറപ്പെടുവിച്ച ഒരു പഴമയുടെ ബോധത്തിൽ നിന്ന്, ചായ്ച്ചിലിൽ നിന്ന് നാം പുറത്തു കടക്കേണ്ടതുണ്ട്. അങ്ങനെ പുറത്തു കടന്ന് അവരോന്മുഖമായി എല്ലാ കഴിവുകളുടെയും ദാതാവായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ജീവിതമായും നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം. നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവപിതാവിന് സമർപ്പിക്കുന്ന നന്മയുടെ കാഴ്ചകളായിട്ട് മാറണം, വിളവെടുപ്പിന്റെ ഫലങ്ങളായിട്ട് മാറും. ഈ ലോകത്ത് ചെയ്യുന്ന പ്രവൃത്തികളിൽ നാം നേരിടുന്ന എല്ലാ പ്രതികൂലങ്ങളും ക്രിസ്തുവിൽ സ്വീകരിക്കുകയും മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയും. അങ്ങനെ ക്രിസ്തുവിനായിത്തീരുക എങ്ങനെയെന്നാണ് വചനം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ചിലറ്റം പ്രിയപ്പെട്ടവരെ, ഇനി എങ്ങനെയാണ് ഇതിൽ നമുക്ക് ആനുകാലിക ലോകത്ത് പുരോഗമിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു. അങ്ങനെ തിരഞ്ഞെടുത്തു എന്നതുകൊണ്ട്, പുതിയ നിയമത്തിൽ ഇസ്രായേൽ ആയതുകൊണ്ട്, മുന്തിരിത്തോപ്പായതുകൊണ്ട് നമ്മുടെ ജീവിതം പഴയ നിലയിലായിക്കൂടാ. പഴയ നില ജഡിക പ്രവണതയുടെ, ആ ജഡിക പ്രവണതയിൽ നിന്ന് നാം പുറത്തു കിടക്കണം. അഹങ്കാരം, സ്വാർത്ഥം, അതെല്ലാം ജഡികതയുടെ ലക്ഷണങ്ങളാണ്. ആസക്തികളിൽ കുടുങ്ങിപ്പോകുന്ന മനുഷ്യൻ ജഡിക സ്വഭാവമുള്ളയാളായിട്ട് മാറും. ജഡികത എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് അത് ലൈംഗികതയുമായി ബന്ധപ്പെട്ടൊരു കാര്യം എന്ന നിലയ്ക്ക് മാത്രമാണ്. റോമർ ലേഖനം 8-12 പറയുന്നുണ്ട്, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ആത്മാവിൽ ഉയർത്തവർ, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞവർ ആനുകാലിക ലോകത്ത്
ആത്മാവിൽ വ്യാപരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പരിശുദ്ധാത്മാവിന്റെ 12 ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, അടക്കം, സഹനശക്തി, ശുദ്ധത എന്നിങ്ങനെ 12 ഫലങ്ങൾ നമ്മുടെ ജീവിതം വഴി പ്രകാശിപ്പിക്കാനും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാനും നമുക്ക് ബാധ്യതയുണ്ട്. യേശുക്രിസ്തുവിൽ ലോകം നൽകുന്ന സഹനങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ മഹത്വീകൃതരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഭൗമിക ജീവിതത്തിൽ തന്നെ ക്രിസ്തു സാരൂപ്യത്തിൽ ജീവിക്കുകയും അപരോന്മുഖമായി ജീവിക്കുകയും അങ്ങനെ ജീവിതം യാഗമാക്കി അർപ്പിക്കുകയും ചെയ്യുക വഴി ജീവിതത്തിനകത്തൊരു മഹത്വീകൃതമായ അവസ്ഥ നമുക്കുണ്ടാകണം. മരണശേഷമുള്ള കാര്യത്തെക്കുറിച്ചല്ല ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. ജീവിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഉണ്ടാവും. ജീവിത ചുറ്റുപാടിൽ ഇങ്ങനെ ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ ദൈവരാജ്യമായ സഭ ആനുകാലിക ലോകത്ത് നിത്യമായ ജീവിതത്തിൽ ഒരു മുന്നാസ്വാദനമായിട്ട് മാറും. പക്ഷെ ജഡികത കൈവിടണം. ജഡികത ലൈംഗികത അല്ലെന്ന് പറഞ്ഞല്ലോ. 1 കൊരിന്ത്യർ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 3-ാം തിരുവചനം ജഡിക പ്രവണതയെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ അസൂയയും തർക്കവും ഉണ്ടാകുന്നു. നിങ്ങളെപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. ജഡിക മനുഷ്യന്റെ ലക്ഷണം പ്രധാനമായിട്ട് കാണാവുന്നത് അസൂയയിലും തർക്കത്തിലുമാണ്. അസൂയ ഉണ്ടാകുന്ന എവിടെന്ന? സഹോദര സ്നേഹമില്ലായ്മയിൽ. നമ്മൾ ആദ്യമേ പറഞ്ഞു, അപരോന്മുഖമല്ലാതായിത്തീരുമ്പോൾ നമ്മൾ അഹങ്കാരികളായിത്തീരും. അപ്പോഴാണ് അസൂയ ജനിക്കുക. പരിശുദ്ധാത്മാവിനെതിരായ തിന്മയാണ് അസൂയ. ആത്മാവിനാൽ നിവേശിതരാണ് നമ്മൾ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ടവരാണ് നമ്മൾ. അങ്ങനെ ആത്മാവിനാൽ നയിക്കപ്പെടേണ്ട നമ്മൾ ഒരു ജഡികതയ്ക്ക് കീഴ്വഴങ്ങുന്നുണ്ട്. ആ ജഡികത അസൂയ, സഹോദര സ്നേഹമില്ലായ്മയാണ്, അപരോന്മുഖമല്ലാതുള്ള ജീവിതമാണ്. അങ്ങനെ ഒരു ജഡിക പ്രവണതയ്ക്ക് വിധേയപ്പെടാൻ നാം ജഡത്തിന് കീഴ്പ്പെട്ടവരല്ല, ആത്മാവിൽ ഉയർത്തവരാണ്. ആത്മനിവേശിതമായ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. അതുകൊണ്ട് 13-ാം തിരുവചനം പറയും, ജഡികരായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും. യേശുക്രിസ്തുവിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത നമ്മൾ, ഉദ്ധിതനോടൊപ്പം ജീവിക്കുന്ന നമ്മൾ യഥാർത്ഥത്തിൽ വീണ്ടും ഒരു മരണത്തെ നേരിടേണ്ടി വരുമെന്ന് പറയുന്നത് ആത്മാവിലുള്ള മരണത്തെക്കുറിച്ചാണ്. ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല, നമ്മൾ മരിക്കും. ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ശരീരത്തിന്റെ പ്രവണതകൾ എന്താ? ശരീരത്തിന്റെ സ്വഭാവം എപ്പോഴും നേടുക എന്നുള്ളതാണ്, സ്വന്തമാക്കുക എന്നുള്ളതാണ്, അവനവൻ്റെതാക്കുക എന്നുള്ളതാണ്, അവനവനിൽ അഹങ്കരിക്കുക എന്നുള്ളതാണ്. ജഡപ്രകൃതി, ശരീരത്തിന്റെ പ്രവണത എന്ന് പറയുന്നത് ഈ പ്രകൃതത്തെയാണ്, മാനുഷികതയുടെ പ്രവണത. ആ പ്രവണതയെ ആത്മാവിൽ അതിജീവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. ജഡിക പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുമെങ്കിൽ നിങ്ങൾ ജീവിക്കും. പരസ്നേഹത്തിലൂന്നിയ ജീവിതം ഉണ്ടാകുമ്പോൾ നമുക്ക് ജീവിതമുണ്ടാകും. പരസ്നേഹത്തിൽ ഊന്നിയല്ലാതെ ജീവിക്കുമ്പോൾ നാം ജീവിക്കാത്തവരായി മാറും, മരണത്തിലായിത്തീരും. ക്രിസ്തു തന്നെ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. എന്നിട്ട് പറയാണ്, സഹോദരർക്ക് വേണ്ടി ജീവിതം അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ആ സ്നേഹത്തെ പ്രകാശിപ്പിച്ചയാളാണ് ക്രിസ്തു തന്നെ മരണം വഴി. ആ മരണം ഉദ്ധാനത്തിലേക്കാണ്, മഹത്വത്തിലേക്കാണ്. അപ്പൊ സ്നേഹത്തിലധിഷ്ഠിതമായ ജീവിതത്തിലൂടെ സഹനങ്ങളെ സ്വീകരിക്കുകയും അവരനു വേണ്ടി മരിക്കുകയും ചെയ്യുമ്പോൾ നിത്യമായ ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ്. നിത്യമായ ജീവിതം ആരംഭിക്കുകയാണ്. മഹത്വത്തിന്റെ ജീവിതം ഭൂമിയിൽ തന്നെ നമുക്ക് ആരംഭിക്കാൻ കഴിയും. നമ്മൾ ആലോചിക്കേണ്ടത്, നാം നയിക്കപ്പെടുന്നത് ശരീരത്തിന്റെ പ്രവണതകളാലാണോ ആത്മാവിലാണോ? ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ നാം ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നാം ദൈവപുത്രരായി തീരുന്നപ്പോഴാണ്, ക്രിസ്തു സമാനരായി തീരുന്നപ്പോഴാണ്, അവരന് വേണ്ടി സ്വന്തം ജീവിതം അർപ്പിക്കുന്നവരായി മാറുമ്പോഴാണ്. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്ന ദൗത്യമാണ് നമ്മുടെ ജീവിതം എന്ന ബോധ്യം ഉണ്ടാകുമ്പോഴാണ്. സഹനങ്ങളെ സ്വീകരിക്കുമ്പോഴാണ്, നമുക്കെതിരായിട്ടുള്ള സഹനങ്ങളെക്കുറിച്ച് പിറുപിറുപ്പില്ലാതെ സ്വീകരിക്കാൻ കഴിയുമ്പോഴാണ് ആ സഹനങ്ങൾ രക്ഷാകരമായിട്ട് മാറുക. ഏത് സഹനവും രക്ഷാകരമായിട്ട് മാറും. രക്ഷാകരമായ സഹനങ്ങൾ മാറണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തിലേ ഉള്ളൂ, ആ സഹനങ്ങളെ പിറുപിറുപ്പില്ലാതെ സ്വീകരിക്കാൻ പറ്റും. അങ്ങനെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക. നാം ഓരോരുത്തരും ദൈവിക മഹത്വത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കണം. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് നമ്മുടെ പ്രവൃത്തികൾ കണ്ട് ലോകം പറയണം. ക്ഷമിക്കുന്ന, അവരന് വേണ്ടി സഹിക്കുന്ന, മറ്റുള്ളവർക്ക് ജീവിതം നൽകുന്ന, ഭക്ഷണമായി മാറുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകുമ്പോഴാണ് നാം ദൈവപിതാവിന്റെ മക്കളാണ് എന്നറിയുക. അങ്ങനെ നിങ്ങൾ ജീവിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുമെന്നാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്, തന്റെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തുന്നു.
സുവിശേഷം പറയുമ്പോൾ തന്നെ, വചനപ്രഘോഷണം നടക്കുമ്പോൾ തന്നെ ഭയത്തിലേക്ക് തള്ളിവിടുകയാണ്. നിങ്ങളുടെ ചുറ്റും പ്രശ്നങ്ങളാണ്, നിങ്ങൾ ആരിൽ നിന്നൊന്നും വാങ്ങരുത്, അതിലൂടെയൊക്കെ കൈവശം വരും. മറ്റുള്ളവരെ ഭയക്കണം, അവർ നിങ്ങളെ ആക്രമിക്കും, അവർ നിങ്ങൾക്കെതിരാണ്. നൂറ് ഭയങ്ങളാണ് ജനിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ആരെയും ശത്രുവായി കിട്ടുന്നില്ലെങ്കിൽ ചെകുത്താമെന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പഠിക്കും. വാസ്തവത്തിൽ വചനം നമ്മോട് പറയുകയാണ്, നിങ്ങളെ ഭയത്തിലേക്ക് നയിക്കുന്ന ആത്മാവിനെ അല്ല, നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന പീഡകൾ നിങ്ങളെ നശിപ്പിക്കുകയില്ലെന്ന് ബോധ്യം ഉണ്ടാകുകയും ഈ ലോകത്ത് ആർക്കും എനിക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ ക്രിസ്തുവിലാണ്, എനിക്ക് മരണമില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് ഉദ്ധിതന്റെ ജീവിതം നമുക്ക് നയിക്കാൻ പറ്റുക. ഉദ്ധിതനെ വീണ്ടും കൊല്ലുക സാധ്യമല്ല. ആ ഉയർത്തവനോടൊപ്പമാണ് നമ്മുടെ ജീവിതം എന്ന് ബോധ്യമുണ്ടായാൽ നമ്മളെ ഭയത്തിലേക്ക് നയിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഭയത്തിലേക്ക് നയിക്കുന്നു. പാപം മൂലം നിങ്ങൾ ശിക്ഷിക്കപ്പെടും, നിങ്ങളുടെ ജീവിതം മുഴുവൻ പ്രശ്നമായി മാറും, നിങ്ങൾ പ്രസാദപരാവസ്ഥയിലല്ല, നിങ്ങൾ തകർക്കപ്പെടും എന്ന് പറഞ്ഞ് ഭീഷണികൾ മുഴക്കിയല്ല വിശ്വാസം പ്രഘോഷിക്കേണ്ടത്. നിങ്ങൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ, ക്രിസ്തുവിന്റെ ആത്മാവുള്ളവർ, യേശു ക്രിസ്തുവിൽ ദൈവമക്കൾ, അങ്ങനെ പുത്രത്വത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞവരാണ് നമ്മളെന്ന ബോധ്യത്തിലേക്ക് വളർത്തുമ്പോൾ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനേ നമുക്ക് കഴിയും. ആബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാൻ ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ പിതാവിനെ ക്രിസ്തുവിനോടൊപ്പം പിതാവേ എന്ന് വിളിക്കാനുള്ള യോഗ്യത ലഭിച്ചിട്ടുള്ള നമ്മൾ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ദൈവമക്കളുടെ പ്രവൃത്തി ആനുകാലിക ലോകത്ത് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഫലം പുറപ്പെടുവിക്കുന്ന മുന്തിരിയായിട്ട് നമുക്ക് മാറാൻ പറ്റുക. അങ്ങനെ ദൈവത്തിന്റെ മക്കളെങ്കിൽ പിന്നെ ഭയത്തിന് കാര്യമില്ല. മാത്രമല്ല, നമ്മൾ അവകാശികളാണ് ക്രിസ്തുവിൽ. ദൈവരാജ്യം അവകാശമാക്കിയവർ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ നാം സുരക്ഷിതരാണെന്നും ദൈവത്തിന്റെ സ്നേഹത്തിനകത്ത് സംരക്ഷണത്തിനകത്ത് ജീവിക്കുന്നവരാണെന്നും ബോധ്യം നമുക്കുണ്ടാകണം. ആ ബോധ്യത്തോടെ ഈ ലോകത്ത് ജീവിച്ച് ഫലം പുറപ്പെടുവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതോടൊപ്പം നമ്മുടെ ദൗത്യം ഓർക്കണം. നമ്മുടെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക വഴി, ദൈവത്തിന്റെ കാരുണ്യം കൊടുക്കുന്ന കരങ്ങളായി സ്വയം മാറുക വഴി ആനുകാലിക ലോകത്ത് നന്മകൾ വിരിയിക്കാൻ, ആ നന്മകൾ പിതാവിന്റെ സന്നിധിയിലേക്ക് ഫലങ്ങളായി കൊടുക്കാൻ വിളിക്കപ്പെട്ടവർ. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം. ചിലറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പാപത്തെയും ലോകത്തെയും പിശാചിനെയും ഒക്കെ ഭയന്ന് ജീവിക്കുന്നവരല്ല നമ്മൾ, കൃപയുടെ കീഴിൽ ജീവിക്കുന്നവരാണ്. വിശ്വാസത്തോടെ ധൈര്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം. ക്രിസ്തുവിലാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. നല്ല മുന്തിരി ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വിളിക്കപ്പെട്ട നാം സ്വാർത്ഥത്തെയും അഹത്തെയും വെടിഞ്ഞ് ക്രിസ്തുവിലേക്ക് തിരിയണം. പ്രത്യേകിച്ച് നോമ്പുകാലത്ത് വിശ്വാസത്തിന്റെ വഴിയിലൂടെ മുന്നേറാൻ പ്രത്യേകമായൊരു കാലഘട്ടം നമുക്ക് നൽകുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിനകത്ത് കുറെ നന്മകൾ ചെയ്യാം, ഉപവാസം എടുക്കാം, പ്രാർത്ഥിക്കാം എന്നല്ല കരുതേണ്ടത്. ഇതൊരു സംസ്കരണത്തിന്റെ സമയമായി കാണാൻ പറ്റണം. അങ്ങനെ ക്രിസ്തുവിനോടുകൂടെ കുരിശിൽ മരിക്കുന്നതിന് അനുഭവത്തിലേക്ക് ഉയർന്ന് ഉദ്ധിതാവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നൽകപ്പെടുന്ന ഈ കാലത്ത് നിരന്തരം ഒരു പരിശോധന നാം നടത്തേണ്ടതുണ്ട്. നമ്മൾ അഹങ്കാരത്തിൽ കുടുങ്ങുന്നുണ്ടോ, കഴിവുകളിൽ അഭിരമിക്കുന്നുണ്ടോ, കഴിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണെന്നും മറ്റുള്ളവർ ചേർന്നപ്പോഴാണ് ഇവയെല്ലാം ലഭ്യമായതെന്നും ലോകം ഇങ്ങനെ നമ്മെ സഹായിക്കുന്നുണ്ടെന്നും നാം ഒരു കൃഷിസ്ഥലത്താണെന്നും കർഷകരാണെന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. നല്ല മുന്തിരി ഫലങ്ങൾ ദൈവപിതാവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ നാം ദൗത്യത്തിലാണെന്ന് ബോധ്യം ഉണ്ടാകണം. അങ്ങനെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ലോകത്ത് പ്രവർത്തിക്കാൻ, സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ടും അതിലൂടെ ലഭിക്കുന്ന ദ്രോഹങ്ങളെ നെഞ്ചേറ്റിക്കൊണ്ടും പിതാവിന്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ സമർപ്പിച്ച് ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പങ്കുകാരാകാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. അതിനുവേണ്ടിയാണ് ഈ കാലമെന്ന ഓർമ്മ നമ്മെ ഭരിക്കണം. ചിലറ്റം പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമുക്ക് കഴിയും. ക്രിസ്തുവിലേക്ക് നോക്കാം, അവനെ ഹൃദയത്തിന് നാഥനായി സ്വീകരിക്കാം. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ കരുത്ത് പകരുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകമയുണ്ടെന്നും അതുകൊണ്ട് കുറുക്കു വഴികൾ തേടി അലയേണ്ടതില്ലെന്നും ക്രിസ്തുവിലാണ് നമ്മുടെ ജീവിതമെന്നും നമുക്ക് ഓർക്കാം. ബലിമേശയിൽ ഓരോ തവണയും നമ്മെ തന്നെ അർപ്പിക്കുമ്പോൾ ഈ വിചാരം നമ്മുടെ ഹൃദയത്തെ ഉണർത്തണം, ശക്തിപ്പെടുത്തണം, നയിക്കണം. അതിനാവശ്യമായ ആത്മകൃപ നിരന്തരം നമ്മിലേക്ക് വർഷിക്കപ്പെടട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.